ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമുക്കറിയാം, നാളെ ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. നാളെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് 79 വർഷങ്ങൾ പൂർത്തിയാക്കുകയും 80ാമത് സ്വാതന്ത്ര്യദിനത്തിലേക്ക് കടക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ കാണുക. സ്വാതന്ത്ര്യദിന ക്വിസിൽ 1ാം സ്ഥാനം നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മുഴുവൻ കാണുക. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, നമുക്കൊരു മാർക്ക് പോലും മിസ്സാക്കാനില്ല. അതുകൊണ്ട് എല്ലാം നന്നായി പഠിച്ചു വേണം പോവാൻ. നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമുക്ക് ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും അപ്പോൾ തന്നെ പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ ചോദ്യം ഞാൻ വായിക്കാം, നിങ്ങൾ ഉത്തരം ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. അറിയാത്തതാണെങ്കിൽ അപ്പോൾ തന്നെ നന്നായി പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൻ്റെ പേരെന്താണ്? ചോദ്യം ഒന്നുകൂടെ നോക്കൂ. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൻ്റെ പേരെന്താണ്? ഉത്തരം അറിയാമോ? ഉത്തരം നോക്കിക്കോളൂ. വിധിയുമായുള്ള അഭിമുഖം. അറിയാത്തവർ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. വിധിയുമായുള്ള അഭിമുഖം എന്നതാണ് 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിൻ്റെ പേര്. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? നിങ്ങൾക്കറിയാമോ? ഉത്തരം അറിയാവുന്നവർ ഉറക്കെ പറയൂ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് യെസ്, ഡി ഉദയകുമാറാണ്. ആരാണ്? ഡി ഉദയകുമാർ. അറിയാത്തവർ പഠിച്ചു വെക്കുക. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡി ഉദയകുമാർ. ഓക്കെ ആണോ? യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ട താരം. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടത് ആരാണ്? ഉത്തരം വരുന്നത് അക്കാമ ചെറിയാൻ. ആരാണ്? അക്കാമ ചെറിയാൻ. അറിയാത്തവർ പഠിച്ചു വെക്കുക. പ്രധാനപ്പെട്ട ചോദ്യമാണ്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാൻ. ആരാണ്? തിരുവിതാംകൂറിലെ ഝാൻസി റാണി അക്കാമ ചെറിയാൻ. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ചോദ്യം നോക്കൂ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ രക്തസാക്ഷിയായ തിരുവിതാംകൂറുകാരൻ ആര്? ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ രക്തസാക്ഷിയായ തിരുവിതാംകൂറുകാരൻ ആരാണ്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ രക്തസാക്ഷിയായ തിരുവിതാംകൂറുകാരൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം യെസ്, കെ കേളപ്പൻ. അറിയാത്തവർ പഠിച്ചു വെക്കുക. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. ഓക്കെ ആണോ? വൈക്കം സത്യാഗ്രഹം, കെ കേളപ്പൻ. പഠിച്ചു വെക്കുക. ഇനി ദേശീയ ചിഹ്നത്തിൽ കാണാവുന്ന സിംഹങ്ങളുടെ എണ്ണം എത്ര? ദേശീയ ചിഹ്നത്തിൽ കാണാവുന്ന സിംഹങ്ങളുടെ എണ്ണം എത്ര? ചോദ്യം ശ്രദ്ധിക്കുക. ദേശീയ ചിഹ്നത്തിൽ കാണാവുന്ന സിംഹങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം പറയൂ. യെസ്, 3 ആണല്ലേ. യഥാർത്ഥത്തിൽ 4 സിംഹങ്ങളാണ് ഉള്ളത്. എന്നാൽ ദേശീയ ചിഹ്നത്തിൽ നമുക്ക് കാണാവുന്ന സിംഹങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണല്ലേ. അപ്പോൾ ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് ഉത്തരം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം. ദീനബന്ധു എന്നറിയപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രവർത്തകനായ ബ്രിട്ടീഷുകാരൻ ആര്? ചോദ്യം നോക്കൂ. ദീനബന്ധു എന്നറിയപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രവർത്തകനായ ബ്രിട്ടീഷുകാരൻ ആരാണ്? ഉത്തരം CF ആൻഡ്രൂസ്. ഉത്തരം നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ചോദ്യം നോക്കുക. ദീനബന്ധു എന്നറിയപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രവർത്തകനായ ബ്രിട്ടീഷുകാരനാണ് CF ആൻഡ്രൂസ്. ഓക്കെ ആണല്ലോ?
ഇനി അടുത്ത ചോദ്യം, ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്? ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ചിത്തരഞ്ജൻ ദാസ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് ചിത്തരഞ്ജൻ ദാസ്. നമ്മൾ മുന്നേ പറഞ്ഞ എന്താണ്? ദീനബന്ധു എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പ്രവർത്തകനായ ബ്രിട്ടീഷുകാരൻ ആരായിരുന്നു? CF ആൻഡ്രൂസ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് ചിത്തരഞ്ജൻ ദാസ്. അപ്പോൾ ആ ചോദ്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്, നന്നായി പഠിക്കുക. അടുത്ത ചോദ്യം, സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്ന ഗ്രന്ഥമേത്? സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്ന ഗ്രന്ഥമേതാണ്? ഉത്തരം മുണ്ടകോപനിഷത്ത്. മുണ്ടകോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യ ഏതെല്ലാം രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു? സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യ ഏതെല്ലാം രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു? എല്ലാവർക്കും അറിയാലോ, ഉത്തരം പറയൂ. യെസ്, ഇന്ത്യയും പാകിസ്ഥാനും. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണ് വിഭജിക്കപ്പെട്ടത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനം ഏത് ദിവസമാണ്? പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനം ഏത് ദിവസമാണ്? ഉത്തരം നോക്കിക്കോളൂ, ഓഗസ്റ്റ് 14. അപ്പോൾ ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. നമ്മൾ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ്? ഓഗസ്റ്റ് 15. പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയിച്ച രേഖ ഏത്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയിച്ച രേഖ ഏതാണ്? അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടു അല്ലേ? അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയിച്ച ഒരു രേഖയുണ്ട്. ആ രേഖ എന്താണ് അറിയപ്പെടുന്നത്? ഉത്തരം റാഡ്ക്ലിഫ് രേഖ. ഓർത്തു വെച്ചോളൂ കേട്ടോ, റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയിച്ച രേഖ റാഡ്ക്ലിഫ് രേഖയാണ്. ഈ റാഡ്ക്ലിഫ് രേഖ വരച്ചത് ആരാണെന്ന് അറിയാമോ? നോക്കിക്കോളൂ, സിറിൽ റാഡ്ക്ലിഫ്. ആരാണ്? സിറിൽ റാഡ്ക്ലിഫ് ആണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയിക്കുന്ന റാഡ്ക്ലിഫ് രേഖ വരച്ചിരിക്കുന്നത്. ഓക്കെ ആണേ? യെസ്. അടുത്ത ചോദ്യം, പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറൽ ആര്? പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം മുഹമ്മദ് അലി ജിന്ന. ആരാണ്? മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? മുഹമ്മദ് അലി ജിന്ന. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ പ്രഖ്യാപന വേളയിൽ ഗാന്ധിജി എവിടെയായിരുന്നു? സ്വാതന്ത്ര്യ പ്രഖ്യാപന വേളയിൽ ഗാന്ധിജി എവിടെയായിരുന്നു? ഉത്തരം കൊൽക്കത്തയിൽ. ഗാന്ധിജി എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. സ്വാതന്ത്ര്യ പ്രഖ്യാപന വേളയിൽ ഗാന്ധിജി കൊൽക്കത്തയിലായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും. ഉത്തരം പറഞ്ഞോളൂ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? യെസ്, സരോജിനി നായിഡു. ഓക്കെ, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ജാലിയൻ വാലാബാഗ് ഏത് നഗരത്തിലാണ്? ജാലിയൻ വാലാബാഗ് ഏത് നഗരത്തിലാണ്? ഉത്തരം അമൃത്സർ. ജാലിയൻ വാലാബാഗ് ഏത് നഗരത്തിലാണ്? അമൃത്സറിലാണ്. പഞ്ചാബ് സംസ്ഥാനത്തിലെ അമൃത്സർ എന്നൊരു നഗരത്തിലാണ് ജാലിയൻ വാലാബാഗ് ഉള്ളത്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എപ്പോഴാണ്? 1919 ഏപ്രിൽ 13. ആ ഡേറ്റും ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ ആണേ? യെസ്. അടുത്ത ചോദ്യം, ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരെല്ലാം? ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരെല്ലാം? ഉത്തരം ബാലഗംഗാധര തിലക്, ആനി ബസന്റ്. ഓർത്തു വെക്കുക, ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കളാണ്
ആനി ബസന്റ്, ബാലഗംഗാധർ തിലക്. ഓക്കെ, അടുത്ത ചോദ്യം. സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി. സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അറിയാമോ? ഉത്തരം നോക്കാം. മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ് സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഉത്തരം അറിയാത്തവർ പഠിച്ചു വെക്കുക. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ആദ്യത്തെ KPCC സമ്മേളനം നടന്നത് 1921 എവിടെ വെച്ചാണ്? ആദ്യത്തെ KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനം നടന്നത് 1921 എവിടെ വെച്ചാണ് ആ സമ്മേളനം നടന്നത്? ഉത്തരം ഒറ്റപ്പാലം. അപ്പോൾ ആദ്യത്തെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ്. ഓക്കെ ആണല്ലോ? യെസ്. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയതാര്? ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം NV കൃഷ്ണവാര്യർ. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയിരിക്കുന്നത് NV കൃഷ്ണവാര്യരാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്യൂസ് മത്സരത്തിൽ, സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ക്യൂസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അറിയാത്ത ചോദ്യങ്ങൾ എഴുതി തന്നെ പഠിച്ചോളൂ. അപ്പോൾ ഇനി നിങ്ങൾക്കായുള്ളൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കാം. ആരൊക്കെ ക്ലാസ് നന്നായി ശ്രദ്ധിച്ചു, ആർക്കൊക്കെ മനസ്സിലായി എന്ന് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയാണ്. ഉത്തരം കിട്ടിയവരെന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് അത് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ വെച്ചോളൂ കേട്ടോ. അപ്പോൾ നാളെ ക്വിസ് മത്സരം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിച്ച് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.